ഫ്രഷ് എന്ന മൂവിയിൽ ഇയാൾ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ മാംസം ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുന്നതാണ് സ്റ്റോറി. പക്ഷെ ഇതുപോലെ ഒരു കാര്യം റിയൽ ലൈഫിൽ നടന്നിട്ടുണ്ട്. അത് മൂവിയേക്കാൾ സ്കാരിയാണ്. നൈജീരിയയിലെ ഒരു ടാക്സി ഡ്രൈവർ മിസ്സിംഗ് ആയി. അയാളുടെ ഫ്രണ്ട്സായ മറ്റു ടാക്സി ഡ്രൈവേഴ്സ് ഇത് പോലീസിൽ അറിയിച്ചു. പോലീസ് ഇത് വലിയ കാര്യമാക്കി എടുത്തില്ല. 2014 അയാൾ അയാളുടെ കോവർക്കേഴ്സിനെ കിട്ടിയ ഫോണിൽ നിന്നും വിളിക്കും. ഒരുപാട് പേടിച്ച് വിറച്ചാണ് സംസാരിച്ചതെങ്കിലും അയാൾ എങ്ങനെയൊക്കെയോ അയാളും അയാളുടെ കൂടെയുള്ള ഒരുപാട് പേരും ട്രാപ്പ് ആയിരിക്കുന്ന സ്ഥലം അയാളുടെ കൂട്ടുകാരന് പറഞ്ഞു കൊടുക്കും. എങ്ങനെയൊക്കെയോ ആ ടാക്സി ഡ്രൈവറിന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടി ഇയാളുള്ള സ്ഥലം കണ്ടുപിടിച്ചു. അവിടെ എത്തിയപ്പോൾ അവർ കണ്ടത് ഡെഡ് ബോഡീസിന്റെ ഒരു തോട്ടം തന്നെയാണ്. എവിടെ നോക്കിയാലും ബോഡി, ജീവനില്ലാത്തതും പാതി ജീവനുള്ളതും. ചില ബോഡീസിന് കൈയും കാലും ഇല്ല, ചിലതിന് തലയില്ല. തട്ടിക്കൊണ്ടുവന്നവരിൽ ഒരു പ്രഗ്നന്റ് ലേഡി ഉണ്ടായിരുന്നു. ആൾ അവിടെ വെച്ചാണ് പ്രസവിച്ചത്. പ്രസവിച്ച ശേഷം ആ കുട്ടിയെ അമ്മയ്ക്കൊന്നും നോക്കാൻ പോലും കിട്ടിയില്ല. അവർ അതിനെ കൊണ്ടുപോയി. ഇതിന്റെ പിന്നിലെ ആളുകൾ ഇവരുടെ ബോഡി പാർട്സ് എല്ലാം ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുന്നതാണ് എന്ന് സംശയിക്കുന്നുണ്ട്. ഇതിനേക്കാളും എല്ലാം ഹോറിഫയിങ് ആയിട്ടുള്ള കാര്യം, ഈ കേസ് ഇപ്പോഴും അൺസോൾവ്ഡ് ആണ്.